നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. PSC ബുള്ളറ്റിൻ്റെ ക്ലാസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ PSC ബുള്ളറ്റിൻ 2025 ഫെബ്രുവരി മാസത്തെ എഡിഷൻ അതിൽ പ്രസിദ്ധീകരിച്ച GK ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ്. അപ്പോൾ ഇതിൽ GK ചോദ്യങ്ങൾ PSC പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ PSC ബുള്ളറ്റിനും കൂടി നോക്കിയിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്നാൽ കഴിയുന്ന ക്ലാസ്സുകൾ ഞാനും എടുത്തു തരാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടോ ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമൻറ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഫസ്റ്റ് കമൻറ്റ് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ്സ് ബാങ്ക് ഏത്? എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ്സ് ബാങ്ക്. എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാബി വിള ഏതാണെന്ന് ചോദിച്ചാൽ ഗോതമ്പ്. ഗോതമ്പാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാബി വിള. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഖാരിഫ് വിള ഏതാണ്? നെല്ല്. എപ്പോഴും ചോദിക്കാറുണ്ട് നെല്ല് ഏത് വിളയാണ്? ഖാരിഫ് വിള. ഗോതമ്പോ റാബി വിള. അപ്പോൾ കാലങ്ങളനുസരിച്ച് റാബി, ഖാരിഫ്, സെയ്ദ് എന്നീ കാർഷിക കാലങ്ങളനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഖാരിഫ് വിളയാണ് നെല്ല്, റാബി വിളയാണ് ഗോതമ്പ്. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ടെലസ്കോപ്പ് ഏതാണ്? അസ്ട്രോസാറ്റ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ടെലസ്കോപ്പ്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ വജാഹത്ത് ഹബീബുള്ളയാണ് ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ അംഗപരിമിതയായ ഇന്ത്യൻ വനിതയാര്? അരുണിമ സിൻഹയാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ അംഗപരിമിതയായ ഇന്ത്യൻ വനിത. നീലകണ്ഠ തീർത്ഥപാദർ ആരുടെ ശിഷ്യനായിരുന്നു? ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനായിരുന്നു നീലകണ്ഠ തീർത്ഥപാദർ. പയസ്വിനി എന്ന പേരിലും അറിയപ്പെടുന്ന നദി ഏത്? ചന്ദ്രഗിരി പുഴ. പയസ്വിനി പുഴ, ചന്ദ്രഗിരി പുഴ. അപ്പൊ തേജസ്വിനി പുഴയോ കാര്യങ്കോട് പുഴയാണ്. കാര്യങ്കോട് പുഴ. പാലക്കാട് നിന്നുള്ള ഉപ്പു സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം നൽകിയതാര്? പാലക്കാട് നിന്നുള്ള എന്ന് ചോദിക്കുമ്പോൾ ആരാണ്? TR കൃഷ്ണസ്വാമി അയ്യരാണ്. TR കൃഷ്ണസ്വാമി അയ്യർ. അപ്പോൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് OA മെയിൻസിന് വേണ്ടി ഡേറ്റ് ഫിക്സ് ആയി കഴിഞ്ഞു. അപ്പോൾ May 21 എക്സാം. സെക്രട്ടേറിയറ്റ് OA മെയിൻസിന് വേണ്ടിയിട്ട് ഞാൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റിവിഷൻ ബാച്ചാണ്. 50 ദിവസത്തെ റിവിഷൻ ടൈം ടേബിൾ അടക്കം വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ അഡ്മിഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. പിന്നെ ഈ വർഷം നടക്കാനിരിക്കുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ 10th പ്രിലിംസ് 2025 മുതലായ ബാച്ചുകളിലേക്കും അഡ്മിഷൻ ഓപ്പൺ ആണ്. എല്ലാം വളരെ തുച്ഛമായിട്ടുള്ള ഫീസാണ്. പിന്നെ എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആപ്പിൽ ഫുൾ സിലബസ് കവറേജ്, ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. പുതിയ SCRT, പഴയ SCRT, പുതിയ SCRT 5, 7, 9 ക്ലാസ്സുകളിലെ SCRT നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെച്ചോളൂ. ഇനി വരുന്ന പരീക്ഷകൾക്ക് PSCയുടെ ഒരു തുറുപ്പ് ചീട്ടാണ്. അതുപോലെ കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് നോക്കണം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ നമ്മുടെ ആപ്പിൽ എടുക്കുന്നുണ്ട്. അതുപോലെ ഹർഷിതം സ്പെഷ്യൽ ഷുവർ ഷോർട്ട് GK എല്ലാ കോഴ്സുകളിലും അവൈലബിൾ ആയിരിക്കും. പിന്നെ ജനറൽ PSCക്ക് വേണ്ടിയിട്ടും ബാച്ച് പോകുന്നുണ്ട്. അപ്പോൾ ജനറൽ PSCക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജനറൽ PSCയിൽ നമ്മുടെ കോമൺ ആയിട്ട് എല്ലാ പരീക്ഷയ്ക്കും, എല്ലാ PSC പരീക്ഷകൾക്കും ഉള്ള ടോപ്പിക് ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പുതിയ SCRT, പഴയ SCRT, ഇത്രയാണ് ജനറൽ PSCയിൽ കവർ ആവുന്നത്. പിന്നെ ഈ വർഷം വിളിക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകൾ, ഡിഗ്രിക്കാർക്ക് പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കമ്പനി LGS. ഒരുപാട് വേക്കൻസീസ് ലിസ്റ്റിൽ വന്നാൽ ജോലി ഉറപ്പിക്കാവുന്ന കമ്പനി LGSന് വേണ്ടി ഞാൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴേ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. അതുപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെഫ്കോ LD, ഈ 3 പരീക്ഷകൾക്കും വേണ്ടിയിട്ട് നമ്മുടെ ആപ്പിൽ ബാച്ച് കോഴ്സുകൾ അവൈലബിൾ ആണ്. എല്ലാത്തിലേക്കും അഡ്മിഷൻ ഓപ്പൺ ആണ്. പിന്നെ ഏത് ബാച്ച് കോഴ്സ് എടുത്താലും ക്ലാസ് കണ്ടിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്റ്റ്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് എടുത്തു തരുന്നത് കേട്ടോ. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. PhD എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത്? ഡോക്ടർ ഓഫ് ഫിലോസഫി ആണ് PhD എന്നതിൻ്റെ പൂർണ്ണരൂപം. ഫുട്ബോൾ താരം പെലെ അഭിനയിച്ച ചലച്ചിത്രമാണ് ഹോട്ട് ഷോട്ട്.
ഹോട്ട് ഷോട്ട് എന്നത് പെലെ അഭിനയിച്ച ചലച്ചിത്രമാണ്. അപ്പോൾ ഫുട്ബോൾ താരമാണ് പെലെ. അദ്ദേഹം അഭിനയിച്ച ചലച്ചിത്രമാണ് ഏത്? ഹോട്ട് ഷോട്ട്. ബാങ്കിങ്ങിന്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? കർണാടക. കർണാടകയാണ് ബാങ്കിങ്ങിന്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ബംഗാൾ ആർമിയുടെ നഴ്സറി എന്നറിയപ്പെടുന്നത് അവധാണ്. അവധാണ് ബംഗാൾ ആർമിയുടെ നഴ്സറി എന്നറിയപ്പെടുന്നത്. ബംഗാളി പ്രധാന ഭാഷയായ കേന്ദ്രഭരണ പ്രദേശമാണ് ഏത്? ആൻഡമാൻ നിക്കോബാർ. ആൻഡമാൻ നിക്കോബാറിലെ പ്രധാന ഭാഷ ഏതാണ്? ബംഗാളി ഭാഷയാണ്. ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ ഭരണഘടകം ഏത്? ഡൽഹി. ഡൽഹിയിലാണ് ഭക്ഷ്യസുരക്ഷാ പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. ഭാരതീയ മഹിളാ ബാങ്കിന്റെ പ്രവർത്തനം അവസാനിച്ചതെന്ന് ഇത് SBI ആയിട്ട് ലയിപ്പിച്ചു. അപ്പോൾ 2017 ഏപ്രിൽ 1 ഭാരതീയ മഹിളാ ബാങ്കിന്റെ പ്രവർത്തനം അവസാനിച്ചത്. സ്ഥാപിതമായ വർഷം ചോദിച്ചാൽ ചോദിക്കാറുണ്ട്. 2013. 2013 ഭാരതീയ മഹിളാ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്, സ്ഥാപിച്ചത്. ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി സംസ്ഥാന പുനഃസംഘടന നടന്ന വർഷം ഏതാണ്? 1956. 1956 ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി സംസ്ഥാന പുനഃസംഘടന നടന്നത്. ബ്രിട്ടീഷ് ഓഫീസറായ റാൻഡിനെ കൊലപ്പെടുത്തിയതാരാണ്? ചപ്പേക്കർ സഹോദരന്മാർ. ചപ്പേക്കർ സഹോദരന്മാരാണ് ബ്രിട്ടീഷ് ഓഫീസറായ റാൻഡിനെ കൊലപ്പെടുത്തിയത്. ടിപ്പു സുൽത്താനിൽ നിന്നും മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. മലബാർ ബ്രിട്ടീഷ് അധീനതയിൽ കീഴിലാകാൻ കാരണമായ സന്ധിയാണ്, ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ഈ ശ്രീരംഗപട്ടണം ഏത് നദിയുടെ തീരത്താണ്? കാവേരി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീലങ്കയുടെ പതാകയിൽ ചിത്രീകരിച്ചിട്ടുള്ള മൃഗം ഏത്? സിംഹം. സിംഹമാണ് ശ്രീലങ്കയുടെ പതാകയിൽ ചിത്രീകരിച്ചിട്ടുള്ള മൃഗം. ഓർക്കുക. റാഫേൽ യുദ്ധവിമാനം ഇന്ത്യക്ക് നൽകുന്ന രാജ്യം ഏത്? ഫ്രാൻസ്. ഫ്രാൻസ് ആണ് റാഫേൽ യുദ്ധവിമാനം ഇന്ത്യക്ക് നൽകുന്ന രാജ്യം. റൂസോ ഏത് രാജ്യത്താണ് ജനിച്ചത്? സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡിലാണ് റൂസോ ജനിച്ചത്. രക്തചംക്രമണം കണ്ടുപിടിച്ചത് ആരാണ്? വില്യം ഹാർവി. വില്യം ഹാർവിയാണ് രക്തചംക്രമണം കണ്ടുപിടിച്ചതെന്ന് ഓർക്കുക. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിന്റെ ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ഏത്? ശാസ്താംകോട്ട. ശാസ്താംകോട്ട ഫ്രഷ് വാട്ടർ ലേക്ക് അല്ലേ? അപ്പോൾ ആ F ഫോർ ഫ്രഷ് വാട്ടർ എന്ന് ഓർത്താൽ മതി. എഫിന്റെ ആകൃതിയാണ് ഏതിനുള്ളത്? ശാസ്താംകോട്ട കായലിനുള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വ ദൗത്യം ഏത്? മംഗൾയാൻ. മംഗൾയാൻ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വ ദൗത്യം. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കുന്നത് പഞ്ചശീല തത്വങ്ങൾ. പഞ്ചശീല തത്വങ്ങളാണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കുന്നത്. രാജ്യത്തിന് പുറത്തുള്ള ഇന്ത്യയുടെ ആദ്യത്തെ സൈനിക കേന്ദ്രം ഏത്? ഫർഖോർ. ഫർഖോർ ആണ് രാജ്യത്തിന് പുറത്തുള്ള ഇന്ത്യയുടെ ആദ്യത്തെ സൈനിക കേന്ദ്രം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് ആര്? മദൻ മോഹൻ മാളവ്യ. മദൻ മോഹൻ മാളവ്യയാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത്. ഈ പ്രതിഭാസത്തെ ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാം. ഏത് പ്രതിഭാസത്തെയാണ്? ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. മൺസൂൺ കാറ്റുകളെയാണ് ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാവുന്നത്. ഇരുമ്പും കാർബണും ചേർന്നുള്ള ലോഹ സങ്കരം ഏതാണ്? ഉരുക്ക്. ഉരുക്കാണ് ഇരുമ്പും കാർബണും ചേർന്നുള്ള ലോഹ സങ്കരം. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യ വനിത ആരാണ്? മനോഹര ഹോൾക്കർ. 1967 മത്സരിച്ചത്. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യ വനിതയാണ് മനോഹര ഹോൾക്കർ. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച രണ്ടാമത്തെ വനിത ആരാണ്? ഫുർചരൺ കൗർ ആണ്. 1969 മത്സരിച്ചത് ഫുർചരൺ കൗർ. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആര്? ആർ രാമചന്ദ്രൻ നായർ. ആർ രാമചന്ദ്രൻ നായരാണ് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ആദ്യത്തെ VC. 1342-45 കാലത്ത് കേരളം സന്ദർശിച്ച ഇബിൻ ബത്തൂത്ത ഏത് രാജ്യക്കാരനായിരുന്നു? മൊറോക്കൻ സഞ്ചാരിയായിരുന്നു ഇബിൻ ബത്തൂത്ത. മൊറോക്കൻ സഞ്ചാരിയായിരുന്നു ആര്? ഇബിൻ ബത്തൂത്ത. 1857 കലാപത്തെ ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ബെഞ്ചമിൻ ഡിസ്രേലി. ബെഞ്ചമിൻ ഡിസ്രേലിയാണ് 1857 കലാപത്തെ ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത്.
1871 അവിഭക്ത പഞ്ചാബിന്റെ തലസ്ഥാനമായ നഗരം ഏതാണ്? ഷിംലയാണ്. ഷിംല. അവിഭക്ത പഞ്ചാബിന്റെ തലസ്ഥാനം 1871 ഏതായിരുന്നു? ഷിംലയായിരുന്നു. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടത്. 99 വെള്ളപ്പൊക്കം എന്ന പ്രസിദ്ധമായ വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം 1924. 1924 99 വെള്ളപ്പൊക്കം ഉണ്ടായത്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനം രചിച്ചത് ആരാണ്? വയലാറാണ്. വയലാർ രാമവർമ്മയാണ് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനം രചിച്ചത്. അടുത്ത ചോദ്യം. അന്താരാഷ്ട്ര ബാലാവകാശ പ്രഖ്യാപനം നടന്ന വർഷമേത്? 1989. 1989 അന്താരാഷ്ട്ര ബാലാവകാശ പ്രഖ്യാപനം നടന്നത്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? IK കുമാരൻ മാസ്റ്റർ. IK കുമാരൻ മാസ്റ്ററാണ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത്. മാൻഹട്ടൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്പൺഹൈമർ. ഓപ്പൺഹൈമർ ആണ് മാൻഹട്ടൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത്. അന്ത്യോദയ അന്ന യോജനയ്ക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം ഏത്? അന്ത്യോദയ അന്ന യോജന AAY രാജസ്ഥാനാണ്. രാജസ്ഥാൻ. അപ്പോളോ സീരീസിലെ അവസാന പേടകം ഏതാണ്? അപ്പോളോ 17. അപ്പോളോ 17 അപ്പോളോ സീരീസിലെ അവസാന പേടകം. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക ഹെലികോപ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ മറൈൻ 1. മറൈൻ 1 അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക ഹെലികോപ്റ്റർ. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഔദ്യോഗിക വിമാനമാണ് എയർഫോഴ്സ് 2. എയർഫോഴ്സ് 2. അശോക ചക്ര ലഭിച്ച ആദ്യ വ്യോമസേനാംഗം ആര്? സുഹാസ് ബിശ്വാസ്. സുഹാസ് ബിശ്വാസ് ആണ് അശോക ചക്ര ലഭിച്ച ആദ്യ വ്യോമസേനാംഗം. ആനി ബെസന്റ് അന്തരിച്ച വർഷം 1933. 1933. ആയുർവേദത്തെ കുറിച്ച് വൈദ്യജീവനം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ് ആയുർവേദത്തെ കുറിച്ച് വൈദ്യജീവനം എന്ന പുസ്തകം രചിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. APJ അബ്ദുൽ കലാം അന്തരിച്ച വർഷം 2015. 2015 APJ അബ്ദുൽ കലാം അന്തരിച്ചത്. പായ്ക്കപ്പലിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ SCRT-യിലുണ്ട് ഈ ഫാക്ട്. അഭിലാഷ് ടോമി. അഭിലാഷ് ടോമിയാണ് പായ്ക്കപ്പലിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ. US സെനറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? കമല ഹാരിസ്. കമല ഹാരിസ് ആണ് US സെനറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യൻ വനിത. യാദവ വംശത്തിന്റെ തലസ്ഥാനം എവിടെയാ? ദേവഗിരി. ദേവഗിരിയാണ് യാദവ വംശത്തിന്റെ തലസ്ഥാനം. ആദ്യ കേന്ദ്ര മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ആരാണ്? ജഗ്ജീവൻ റാം. ജഗ്ജീവൻ റാം ആണ്. ആദ്യത്തെ നാഷണൽ പോലീസ് കമ്മീഷന്റെ ചെയർമാൻ ആര്? ധരംവീര. ധരംവീരയാണ് ആദ്യത്തെ നാഷണൽ പോലീസ് കമ്മീഷന്റെ ചെയർമാൻ. ഇന്ത്യ ഹോക്കി ലോകകപ്പ് നേടിയ വർഷം 1975. 1975. ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? മന്മഥനാഥ് റോയ് ചൗധരി. മന്മഥനാഥ് റോയ് ചൗധരിയാണ് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ ആദ്യത്തെ പ്രസിഡന്റ്. ഇന്ത്യൻ പ്രസിഡന്റിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കുന്ന ഭരണഘടന അനുച്ഛേദം എത്രാമത്തതാണ്? 61ാം അനുച്ഛേദം. ഇന്ത്യൻ റെയിൽവേയിലെ ആദ്യ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ ആര്? ഇമ്പോർട്ടന്റ് ചോദ്യം. റിങ്കു സിൻഹ. റിങ്കു സിൻഹയാണ് ഇന്ത്യൻ റെയിൽവേയിലെ ആദ്യ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ. അടുത്ത ചോദ്യവും പ്രധാനപ്പെട്ടത്, എപ്പോഴും ചോദിക്കാറുണ്ട്. ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽവേ ലൈൻ ബോംബെ മുതൽ താനെ വരെ സ്ഥാപിച്ച വർഷം 1853. 1853. ഇന്ത്യയിൽ ആദ്യമായി പ്രധാനമന്ത്രി പദം രാജിവെച്ചതാരാ? മൊറാർജി ദേശായി. മൊറാർജി. രാജി മൊറാർജി എന്ന് ഓർത്താൽ മതിയല്ലോ. ഇന്ത്യയിൽ വിദേശകാര്യ വകുപ്പിന്റെ ചുമതല വഹിച്ച ആദ്യ വനിത ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. ഇന്ത്യയിൽ ദേശസൂചക പദവി ലഭിച്ച ആദ്യത്തെ അരി ഏതാ? പൊക്കാളി അരിയാണ്. പൊക്കാളി അരി. ഇന്ത്യയിലെ US അംബാസിഡറുടെ വസതി റൂസ്വെൽറ്റ് ഹൗസ്. റൂസ്വെൽറ്റ് ഹൗസ് ആണ് ഇന്ത്യയിലെ US അംബാസിഡറുടെ വസതി. ഇന്ത്യയിൽ ആദ്യത്തെ ഭൂരഹിതരില്ലാത്ത ജില്ല ഏതാ? കണ്ണൂർ ജില്ലയാണ് ഭൂരഹിതരില്ലാത്ത ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ സർവകലാശാല സ്ഥാപിതമാകുന്ന സ്ഥലം ഗുഡ്ഗാവ്, അതായത് ഗുരുഗ്രാം. ഗുരുഗ്രാമിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ സർവകലാശാല സ്ഥാപിതമാകുന്നത്.
ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം എപ്പോഴും ചോദിക്കാറുണ്ട്. ചെറുകുളത്തൂർ, കോഴിക്കോട് ജില്ലയിലെ ചെറുകുളത്തൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം. ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധ ഗ്രാമം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ചന്ദിരൂർ, ആലപ്പുഴ ജില്ലയിലെ ചന്ദിരൂർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധ ഗ്രാമം. അടുത്ത ചോദ്യവും ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ആണ്. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന പേരിൽ സംഘടന സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ. അടുത്ത ചോദ്യവും പ്രധാനപ്പെട്ടത്, റംസാർ കൺവെൻഷൻ നടന്ന വർഷം 1971 റംസാർ കൺവെൻഷൻ നടന്നത്. NDA സർക്കാർ അന്ത്യോദയ അന്ന യോജന ആരംഭിച്ച വർഷം പ്രധാനപ്പെട്ടത് 2000 ഡിസംബർ 25. 2000 ഡിസംബർ 25 NDA സർക്കാർ അന്ത്യോദയ അന്ന യോജന ആരംഭിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഒരുപാട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്തോളാം. ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ടായിരിക്കുവേ.